Dear students, welcome to Tech Talks. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ഫംഗ്ഷൻ എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്, ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ടോപ്പിക്കിലോട്ട് വരാം. പാസിംഗ് അറേസ് ആസ് ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് ഇൻ സി. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അറേസ് എങ്ങനെയാണ് ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്യുക നമുക്ക് നോക്കാം. ഇൻ സി പ്രോഗ്രാമിംഗ് you can pass an entire array to functions. എങ്ങനെയായിരിക്കും അറേസിൽ വരുന്ന എലമെൻറ്റ്സ് പാസ് ചെയ്യുക? അറേസിൽ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉണ്ടാകാം. അത് ഒരുമിച്ചാണോ പാസ് ചെയ്യുക, അത് വേറെ ഏതെങ്കിലും രീതിയിലാണോ അത് പാസ് ചെയ്യുക? നമുക്ക് നോക്കാം. ഒരു പ്രോഗ്രാമിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. മെയിൻ ഫംഗ്ഷൻ ഒരു അറേ ക്രിയേറ്റ് ചെയ്യാണ് ഓഫ് ഇൻറ്റീജർ ടൈപ്പ് ഇൻറ്റ് അറേ നെയിം എ ഓഫ് സൈസ് 12. 12 നമ്പേഴ്സ് സേവ് ചെയ്യാനുള്ള മെമ്മറി ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്യും. ഇനി ഇനിഷ്യലൈസ് ചെയ്യാം. ഇനിഷ്യൽ വാല്യൂസ് കൊടുക്കാം. ഈക്വൽ ടു 12 നമ്പേഴ്സ് കൊടുക്കുകയാണ് വിത്തിൻ കർലി ബ്രേസസ്. ഫസ്റ്റ് നമ്പർ ലെറ്റ് ഇറ്റ് ബി 11, 9, 17, 89, 1, 90, 19, 5, 3, 23, 43, 99. ഞാനൊരു ഡിഫറെൻറ്റ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ഫംഗ്ഷൻ കോൾ ചെയ്യാണ്. ഫംഗ്ഷൻ നെയിം ഈസ് ചേഞ്ച്. ഞാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമേ കോൾ ചെയ്യാണ്, അതിനുശേഷം നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഫംഗ്ഷൻ നെയിം ചേഞ്ച്, ആർഗ്യുമെൻ്റ് ആയിട്ട് അറേ പാസ് ചെയ്യാണ് വിത്തിൻ റൗണ്ട് ബ്രാക്കറ്റ്സ് അറേ നെയിം എ. അതിൻ്റെ മീനിങ് ഇതാണ്, യു ആർ പാസിങ് ആൻ അറേ ടു ദ ഫംഗ്ഷൻ. ഫംഗ്ഷൻ നെയിം ഈസ് ചേഞ്ച്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു അറേ ക്രിയേറ്റ് ചെയ്തു അല്ലേ, മെയിൻ ഫംഗ്ഷനിൽ നിന്നുകൊണ്ട് ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. അറേ നെയിം ഈസ് എ. നിങ്ങൾ അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അറേ സൈസിനനുസരിച്ച് മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യും. ഇപ്പോൾ 12 നമ്പേഴ്സ് സേവ് ചെയ്യാനുള്ള മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യും. ഒരു ഇൻറ്റീജർ നമ്പർ സേവ് ചെയ്യാനായിട്ട് മാക്സിമം 4 ബൈറ്റ്സ് ആണ് അലോക്കേറ്റ് ചെയ്യുക. ആ ഒരു ഫിഗർ നോക്കി, ഞാൻ കൊടുത്ത 12 നമ്പേഴ്സ് അവിടെ കാണിച്ചിട്ടുണ്ട്. ആ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി സേവ് ചെയ്യും. ഇൻഡെക്സ് നമ്പർ ഉണ്ടോ? 0. ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം 0 അപ് ടു 11. 12 നമ്പേഴ്സ് ആണ്. അതിൻ്റെ അഡ്രസ് ലൊക്കേഷൻസ് കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓരോ നമ്പറും സേവ് ചെയ്യുക മെമ്മറിയിലാണ് അല്ലേ. മെമ്മറി പൊസിഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക്ക് നമ്പർ ഉണ്ട്, അതാണ് അഡ്രസ് എന്ന് പറയുക. ഈ ഒരു അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ് ലെറ്റ് ഇറ്റ് ബി 200. സ്റ്റാർട്ടിങ് അഡ്രസ് 200 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഒരു നമ്പർ സേവ് ചെയ്യാൻ 4 അഡ്രസ് ലൊക്കേഷൻ സേവ് ചെയ്യും. ഫസ്റ്റ് നമ്പർ സേവ് ചെയ്യാനായിട്ട് 4 അഡ്രസ് ലൊക്കേഷൻസ്. സ്റ്റാർട്ടിങ് അഡ്രസ് 200 ആണെന്നുണ്ടെങ്കിൽ 200, 201, 202 ആൻഡ് 203. 4 അഡ്രസ് ലൊക്കേഷൻസ് ഒരു ഇൻറ്റീജർ നമ്പർ സേവ് ചെയ്യാനായിട്ട് റിസർവ് ചെയ്യും. നെക്സ്റ്റ് നമ്പർ സേവ് ചെയ്യാനായിട്ട് അതിനുശേഷം വരുന്ന 4 അഡ്രസ് ലൊക്കേഷൻസ് എടുക്കും. സോ അതിൻ്റെ അഡ്രസ് ലൊക്കേഷൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? സെക്കൻഡ് നമ്പർ സേവ് ചെയ്യുന്നത് ഫ്രം 204. അതേപോലെയുള്ള അഡ്രസ് ലൊക്കേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ എ എന്ന് പറയുമ്പോൾ എയിലുണ്ടാകുക അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആയിരിക്കും. അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് എന്തായിരിക്കും? 200. ആ ഒരു ഫിഗർ നോക്കി. മെയിൻ ഫംഗ്ഷനിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു അറേ ക്രിയേറ്റ് ചെയ്തു. അറേ നെയിം ഈസ് എ. അതിൽ വരുന്ന 12 നമ്പേഴ്സ് സെപ്പറേറ്റ്ലി സേവ് ചെയ്യും. ബട്ട് എ പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എയിലുണ്ടാകുക ആ ഒരു അറേയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആയിരിക്കും. എ പോയിന്റ്സ് ടു ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് ദാറ്റ് അറേ. സ്റ്റാർട്ടിംഗ് അഡ്രസ് എന്തായിരിക്കും? 200. ഒന്നുകൂടി പറയാം, എയിലുണ്ടാകുക
ആ ഒരു അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ആയിരിക്കും. സ്റ്റാർട്ടിങ് അഡ്രസ്സായിട്ട് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് 200 ആണ്. പേരുണ്ടാകുക ആ ഒരു അഡ്രസ്സ് ആയിരിക്കും, ദാറ്റ് ഈസ് 200. ഓരോ നമ്പറും സേവ് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ്. സോ A points to the starting address of that array. ഇവിടുത്തെ കേസിൽ ഇറ്റ് ഈസ് 200. ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ പ്രോഗ്രാമിലോട്ട് വരാം. ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അവിടെ റിട്ടേൺ ടൈപ്പ് ഇല്ല. സോ റിട്ടേൺ ടൈപ്പ് ഇറ്റ് ഈസ് void. ഫംഗ്ഷൻ നെയിം ചേഞ്ച്. ആർഗ്യുമെൻ്റ് എന്താണ്? ഒരു പർട്ടിക്കുലർ അറേ ആണത്. അപ്പം ഇങ്ങനെ കൊടുക്കാം, ഇൻറ്റീജർ ടൈപ്പ് അറേ ഇൻറ്റ് അറേ എക്സ്. ഇതൊരു അറേ അല്ലേ, അപ്പോൾ അറേ ആയിട്ട് കാണിക്കണം. സ്ക്വയർ ബ്രാക്കറ്റ്. സോ ഹിയർ ദ അറേ ഈസ് പാസ്ഡ് ആസ് എ പോയിന്റർ. നിങ്ങൾ പോയിന്റേഴ്സ് എന്താണെന്ന് പഠിച്ചിട്ടില്ല എങ്കിലും പറയാം. നിങ്ങൾ ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്തത് എന്താണ്? ഇവിടെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് എന്താണ്? അറേ. അറേയിലുള്ള എല്ലാ എലമെൻസും പാസ് ചെയ്യുകയല്ല, അങ്ങനെയല്ല. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നിങ്ങളൊരു അറേ പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ആണ് പാസ് ചെയ്യുക. എയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഞാൻ എവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് 200 ആണ്. ആ ഒരു 200 ആയിരിക്കും എക്സിലോട്ടും വരിക. എക്സ് എന്ന് പറയുന്നത് എന്താണ്? another array that is created inside this function change. ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ക്രിയേറ്റ് ചെയ്ത ഒരു അറേ ആണ് എക്സ്. എക്സിനും സ്റ്റാർട്ടിങ് അഡ്രസ്സ് എന്ത് തന്നെയായിരിക്കും? എയുടെ അഡ്രസ്സ് തന്നെയായിരിക്കും എക്സിലോട്ടും വരിക. എൻ്റെ കാര്യം എന്താണ്? ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ നിങ്ങൾ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്തത് എന്താണ്? ഒരു മെസ്സേജ് ആയിട്ട് പാസ് ചെയ്തത് എന്താണ്? അറേ എ. The starting address of A is assigned to the X also. So X points to the same address. ആ ഒരു ഫിഗർ നോക്കി. ചേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ക്രിയേറ്റ് ചെയ്ത ഒരു അറേ ആണ് എക്സ്. എക്സും പോയിന്റ് ചെയ്യുന്നത് ഇങ്ങോട്ട് തന്നെയാണ്. ഒറിജിനൽ അറേ എയുടെ സെയിം അഡ്രസ് ലൊക്കേഷൻ തന്നെയായിരിക്കും എക്സിലും ഉണ്ടാകുക. സോ എക്സ് ഓൾസോ പോയിന്റ് ടു ദ സെയിം അഡ്രസ് ലൊക്കേഷൻ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇനി എക്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ, എക്സിലുള്ള എലമെൻസിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് ഏതിലും റിഫ്ലക്റ്റ് ചെയ്യും? ഒറിജിനൽ അറേ എയിലും റിഫ്ലക്റ്റ് ചെയ്യും. കാര്യം രണ്ട് അറേയും പോയിന്റ് ചെയ്യുന്നത് സെയിം അഡ്രസ് ലൊക്കേഷനിൽ തന്നെയാണ്. ഓക്കെ. ദെൻ പ്രോഗ്രാമിൽ എൻ്റെ എയിം ഇതാണ്. ഓരോ എലമെൻറ്റും പിക്ക് ചെയ്യണം, എലമെൻറ്റിനെ മോഡിഫൈ ചെയ്യണം. എന്നെ ഡബിൾ ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ നമ്പറായിട്ട് പിക്ക് ചെയ്യാനായിട്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഫോർ ഇൻറ്റ് ഐ ഈസ് ഈക്വൽ ടു 0. ഇൻഡെക്സ് വൈസ് പിക്ക് ചെയ്യാനായിട്ട് ഒരു വേരിയബിൾ എടുത്തു, ഐ ഇൻഷ്യലൈസ്ഡ് വിത്ത് 0. ദെൻ കണ്ടീഷൻ ഐ ലെസ് ദാൻ 12 സെമിക്കോളൻ. ഇൻഡെക്സ് മോഡിഫൈ ചെയ്യുക i++. ഫോർ ലൂപ്പിനകത്ത് ഓരോ എലമെൻറ്റും പിക്ക് ചെയ്യുക, അതിനെ ഡബിൾ ആക്കുക, സെയിം ലൊക്കേഷനിൽ തന്നെ സേവ് ചെയ്യുക. ഇങ്ങനെ കൊടുക്കാം, എക്സ് ഓഫ് ഇൻഡെക്സ് ദാറ്റ് ഈസ് ഐ ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് ഓഫ് ഐ. ആക്ച്വലി യു ആർ മോഡിഫൈയിങ് ദ ഒറിജിനൽ അറേ. ഇവിടെ എക്സ് ആണ് മോഡിഫൈ ചെയ്യുന്നത്, ബട്ട് എക്സ് ഓൾസോ പോയിന്റ് ടു ദ അഡ്രസ് ലൊക്കേഷൻ ഓഫ് എ. അവിടെ റിട്ടേൺ ഒന്നും തന്നെ ഇല്ല, റിട്ടേൺ ടൈപ്പ് void ആണ്. അപ്പോൾ ഫംഗ്ഷൻ കഴിഞ്ഞു, ഫംഗ്ഷൻ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തു. ഇനി നമ്മുടെ മെയിൻ ഫംഗ്ഷനിലോട്ട് വരാം. എക്സ് മോഡിഫൈ ചെയ്തപ്പോൾ എയും ചേഞ്ച് ആയോ എന്ന് ചെക്ക് ചെയ്യണ്ടേ? നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓരോ എലമെൻറ്റും പിക്ക് ചെയ്ത് പ്രിൻറ്റ് ചെയ്യാം. ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ ഇൻറ്റ് ഐ ഈസ് ഈക്വൽ ടു 0 സെമിക്കോളൻ, ഐ ലെസ് ദാൻ 12 സെമിക്കോളൻ, i++. Then printf %d, കോമ അറേ എ ആണ് പ്രിന്റ് ചെയ്യാനുള്ളത്. ഇങ്ങനെ കൊടുക്കാം, എ ഓഫ് ഇൻഡെക്സ് ഐ. എന്ത് ചെയ്യാം? റിട്ടേൺ 0. നമുക്കത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം.
മോഡിഫൈ ചെയ്തിട്ടുണ്ട്, റിസൾട്ട് പ്രിന്റ് ചെയ്തു. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, when an array is passed to a function, only the base address is passed. ഒരു എൻറ്റയർ അറേ ആയിട്ടല്ല പാസ് ചെയ്യുക, എല്ലാ എലമെൻസും ആയിട്ട് അങ്ങ് പാസ് ചെയ്യുകയല്ല, ഓൺലി ദ ബേസ് അഡ്രസ് ഈസ് പാസ്ഡ്. ഈ ഒരു പ്രോഗ്രാമിലാണെങ്കിലോ, എനി മോഡിഫിക്കേഷൻസ് മെയ്ഡ് ടു എക്സ് affect the original array A. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, അത് നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.